അഡൾട്രേഷൻ സംഭവിച്ചു, കെമിക്കൽസിന്റെ കുറെ ഇൻഫ്ലുവൻസ് നമ്മളെ ഫുഡിലേക്ക് വന്നു. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാലില്ല. ഇതൊക്കെ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോഴാണ് നമ്മൾ ഫുഡിൽ നമ്മൾ കോൺഷ്യസ് ആവുന്നത്. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, ലൈഫ് സ്റ്റൈൽ ആൻഡ് ഇമ്മ്യൂണിറ്റി ഇവ മൂലം ഉണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചും അവയ്ക്കെതിരെയുള്ള നാച്ചുറൽ റെമഡീസിനെ പറ്റിയും നമ്മളോട് സംസാരിക്കാൻ നമ്മുടെ കൂടെ ഇന്ന് ഡോക്ടർ സതീഷ് നമ്പ്യാർ. ഹായ് ഡോക്ടർ. ഭക്ഷണം കഴിക്കുന്നതിൽ നമുക്കിപ്പോൾ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് വരികയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോൾ പലർക്കും സപ്ലിമെന്റേഷൻ ഒക്കെ പേടിയുള്ളവരുണ്ട്. അത് കഴിക്കരുത്, അല്ലെങ്കിൽ അത് ചിലപ്പോൾ വിപരീത ഫലം ചെയ്യുന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ സപ്ലിമെന്റേഷൻ നമുക്ക് ന്യൂട്രീഷൻ കിട്ടാൻ നല്ലതാണോ, അതോ അതിനെപ്പറ്റി? തീർച്ചയായും നമ്മളെപ്പോഴും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ന്യൂട്രീറ്റീവ് ഫുഡാണ് പണ്ട് കാലത്ത് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഈ ന്യൂട്രീഷൻ പോകുന്നതിന്റെ പ്രധാന കാരണം അഡൾട്രേഷൻ സംഭവിച്ചു, കെമിക്കൽസിന്റെ കുറെ ഇൻഫ്ലുവൻസ് നമ്മളെ ഫുഡിലേക്ക് വന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമുക്ക് ട്രൂ ആയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാലില്ല. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ് പ്രോട്ടീൻസ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. അത് നമ്മളെ ഫുഡിലൂടെ കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ ഇന്ന് നിർഭാഗ്യവശാൽ ഇതൊക്കെ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇതിന് നമുക്ക് സപ്ലിമെന്റേഷൻ ചെയ്യാൻ പറ്റും. 100% സപ്ലിമെന്റേഷൻ ചെയ്യാൻ പറ്റും, ചെയ്തിരിക്കണം.